അപ്പോൾ ഗൈസ് വയനാടിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ലാല പാർക്കിന് പേരുണ്ടല്ലേ, ആ പാർക്കിൽ ഞങ്ങൾ കയറണം വിചാരിച്ചു കേട്ടോ. തിരിച്ചു വരുമ്പോൾ കയറാൻ പറഞ്ഞ് അങ്ങനെ പോയി. തിരിച്ചു വരുമ്പോൾ ആ പാർക്ക് ഞങ്ങൾ കണ്ടതേ ഇല്ല, ഞങ്ങൾ വേറെ ഏതോ റൂട്ടിന് പോകണമെന്നാണ് തോന്നുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, വൈത്തിരി പാർക്ക് പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. അവിടെ പക്ഷേ റേറ്റ് കൂടുതലാണ് കേട്ടോ, ഒരാൾക്ക് 800 രൂപയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ അവിടെ പോയില്ല. അപ്പം ഇനി ഞങ്ങളെ തീരുമാനം എന്താ പറയുക, ചൂരൽമല കാണാൻ പോകാനാട്ടോ. ഇപ്പം കണ്ടത് ഇതാണ്, റിസോർട്ടുകളാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു പാലൊക്കെ വരുന്നുണ്ട്, ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിൻ്റെ പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ കാണുന്നത് കേട്ടോ. ഈ തേയിലത്തോട്ടം തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. വയനാട് വന്നാൽ കാണാൻ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്ന ചൂരൽമല ദുരന്തം ഉരുൾപൊട്ടൽ നടന്ന സ്ഥലം കാണാനാണ്. അപ്പം അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുന്നതിൻ്റെ മുന്നേ അവിടെ മരിച്ചൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ. അവിടെ മരിച്ച എല്ലാ ആൾക്കാരും ഉണ്ട്, ഈ ഫോട്ടോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നോക്കി നിന്ന് കുറച്ച് നേരം അവിടെ എഴുതി വെച്ചിരിക്കണതില്ലേ, ഓർമ്മകൾക്ക് മരണമില്ല. അങ്ങനെ പോലെ ഓർമ്മകൾ ആണ് ഇവിടെ ആ നാടിൻ്റെ ഒരു ഓർമ്മ എന്നിട്ടത്. പിന്നെ ഈ പാലം കണ്ടോ, ഇതാണ് പട്ടാളക്കാരുണ്ടാക്കി കൊടുത്ത പാലം. അവരിവിടുന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പട്ടാളക്കാർ ഒരു പാലം പണി നടത്തിക്കും, അതാണ് കേട്ടോ. പിന്നെ ആ കാണതാണ് ഇവിടുത്തെ സ്കൂള്, പൊളിഞ്ഞു പോയ സ്കൂളാണ് ഇട്ടത്. പിന്നെ ബാക്കിയൊക്കെ അവിടെ തന്നെ ഉണ്ട്, കുറച്ച് ഭാഗമാണ് പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ഥലമാണിത്. ഇവിടെയൊക്കെ കണ്ടോ ഈ പാറക്കല്ലുകളൊക്കെ അവിടുന്ന് പൊട്ടി ഉരുണ്ട് വന്നതാണ് കേട്ടോ. ഇനി ഇതൊക്കെ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് കല്ലുകളൊക്കെ കൊണ്ടുപോവുകയാണ് കേട്ടോ. കുറച്ചൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട് ഇവിടെ, ആ പുഴയാണ് ഇതെന്ന് തോന്നണുണ്ട് കേട്ടോ, എനിക്കറിയില്ല ശരിക്കും. ഇവിടെ 1-2 വീടുകളൊക്കെ ഉണ്ട്, അതിലൊന്നും ആളില്ല കേട്ടോ. ആ വീടുകളൊക്കെ കുറച്ച് ഭാഗം നശിച്ച് ബാക്കിയൊക്കെ അതുപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാ ആ മലയാണ്, അവിടെ നിന്നാണ് കേട്ടോ ആ മല ഉരുണ്ട് പൊട്ടി വന്നത്. ഇതിൻ്റെ ബാക്കി സംഭവങ്ങളാണ് ഇതൊക്കെ. ഈ ഒരു ഭാഗം മൊത്തം, ഈ നാട് മൊത്തം അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് ആ പറഞ്ഞ സ്കൂള്. പാലത്തിലൂടെ എത്രയോ കിലുള്ള വണ്ടികളൊന്നും പോകാൻ പാടില്ല എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. നടക്കാൻ വയ്ക്കാത്തവർക്ക് അവിടെ ജീപ്പുണ്ട്, അതിൽ കൊണ്ടുപോയി കാണിച്ചു തരുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനി വേറെ ചാർജ് കൊടുക്കണം. പിന്നെ ഇതാണ് ആ ദിശ മാറി ഒഴിഞ്ഞു വന്ന പുഴ എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം ഉണ്ട്, ഇപ്പോഴും വെള്ളം അങ്ങനെ കെട്ടി നിൽക്കണം ഇല്ല തോന്നുന്നുണ്ട്. ഇതാണ് വേറൊരു വീട്, ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറിട്ടോ. ഇതിൻ്റെ മോൾ ഭാഗത്തിനൊന്നും കുഴപ്പമില്ല, അടിഭാഗമാണ് പോയിട്ടുള്ളൂ. അടിഭാഗം ഇതാണ് അവസ്ഥ. ഒരുപാട് മണ്ണൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. പിന്നെ കോണിൻ്റെ കൈവരി ഉണ്ടല്ലോ, അതൊക്കെ പൊട്ടിച്ചെതറി. പിന്നെ കട്ടില്, സോഫ, അങ്ങനെ എല്ലാ സാധനങ്ങളും നശിച്ചു പോയിട്ടോ. ഇവിടെ ആരുടെയൊക്കെ പഠിക്കുന്ന കുട്ടികളെ പിന്നെ തോന്നണോ, അതിലൊക്കെ സമ്മാനങ്ങളൊക്കെ എനിക്ക് കാണുന്നത്. കുറച്ചൊക്കെ നല്ല രീതിയിൽ കേട്ടുവരാതിരിക്കുന്നുണ്ട്. ഇത് മാഷാ അള്ളാൻ്റെ ബോർഡും അങ്ങനെ ഇതൊക്കെ അവിടെ കാണാൻ കിട്ടോ. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഈ ഫാനുമൊക്കെ നമ്മളെ കൈയോട് തൊടാൻ പറ്റും. അപ്പോൾ അത്രയും ഉയരത്തിലാണ് മണ്ണ് വന്ന് അടിഞ്ഞിട്ടുള്ളത്. അത്രയും കട്ടിയിൽ ഇത് മണ്ണ് നിൽക്കുന്നുണ്ടോടെ. ഇതൊക്കെ വീട്ടിലത്തെ സാധനങ്ങൾ നശിച്ചു പോയതാണ്, അവിടെയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഈ വീട്ടിലുള്ളവർ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നണേ. ഒരു സൗണ്ട് കേട്ടപ്പോൾ മുകളിൽ കയറിയിരുന്നോ എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ഓല വീടാണത് തോന്നുന്നു കേട്ടോ. ഇവിടെ ഈ കബോളിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കാണാനുണ്ട് അവിടെ. ഇത് കണ്ടോ, കർട്ടൻ ജനല് ഒക്കെ നശിച്ചു പോയി കയറി വന്ന്. കട്ടിലാണ് ഈ കിടക്കുന്നത്. എന്തായാലും ഈ വീട്ടിലുള്ളവരൊക്കെ ഒരു അവസ്ഥ, എത്ര കഷ്ടപ്പെട്ട് കയറ്റിയ വീടായിരിക്കും അത്. ഇങ്ങനത്തെ അവസ്ഥയൊന്നും ആർക്കും വരാതിരിക്കട്ടെ. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം അങ്ങനെയും പറയാം.
ഇതൊക്കെ ഒരു മരം തന്നെ അങ്ങനെ കടപുഴക്കി വന്നിട്ട് മരത്തിൻ്റെ വേരോടുക്കനെ പോന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നു. ഈ വീടിൻ്റെ ഉള്ളിൽ വന്നു ഒറ്റക്കാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ തന്നെ 1-2 വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു പുതിയ വീടൊക്കെ അവിടെ കാണാണ്ട് കേട്ടോ. അതിലേക്ക് അടിഭാഗം കുറച്ചൊക്കെ പോയിക്കണം. മോൾ ഭാഗത്തിന് കുഴപ്പമൊന്നും കാണാനില്ല. പക്ഷെ ഇവിടെ ഒന്നും ആളുകളില്ല കേട്ടോ. അപ്പോൾ ആരും ഇവിടെ താമസമില്ല. ഇത് വേറൊരു വീടാണ്. അതൊക്കെ മേൽക്കൂര എടുക്കനെ പൊളിഞ്ഞടിക്കാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അവിടുത്തെ ഇവരൊക്കെ മറവ് ചെയ്ത സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയിട്ടോ ഹൃദയഭൂമിന്ന് എഴുതിക്കണ. അപ്പോൾ അതാ എല്ലാവരെയും ഒരേ സ്ഥലത്ത് തന്നെയാണ് അടക്കം ജീവിച്ചുള്ളത്. ഒരുപാട് ഖബറുണ്ടിട്ട് ഇവിടെ, കുട്ടികളതും വലിയവരതൊക്കെ ഉണ്ട്. ഒരു ഫാമിലി മൊത്തം ഒരു ഖബറിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ അടക്കം ചെയ്തിട്ടുള്ളത്. കടലാസ്തേരിയൊക്കെ വെച്ച് പൊടിപ്പിച്ച് അത് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഇതാണ് ആ ഒരു 3 കുട്ടികളെ പറഞ്ഞിരുന്നില്ലേ, 3 കുട്ടികൾ ഒരുമിച്ച് പോയി ഒരു വീട്ടിലത്തെ ആ കുട്ടികളെ ഖബറാണിത് കേട്ടോ. അതിന്മേ ഒരുപാട് വണ്ടികളും കളിക്കോപ്പുകളൊക്കെ പൊടിഞ്ഞ് വെച്ചിട്ടുണ്ട്. പമ്പരുണ്ട്, പിന്നെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് രാത്രിയെ കത്തുന്ന ലൈറ്റാണ് അത്രേ. അതൊക്കെ നാട്ടുകാരും കുടുംബക്കാരൊക്കെ കൊണ്ടുവന്ന് വെക്കണതാട്ടോ. അതൊക്കെ പോയാൽ നമുക്ക് സങ്കടം വരും. പക്ഷെ ഇതെല്ലാവരും കാണേണ്ടതാണ്. നമ്മുടെ നാട്ടിലോ നമ്മുടെ ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിരിക്കണമെങ്കിൽ എന്താവും എന്നുള്ളത് ചിന്തിച്ച് നോക്കണം. ഇത് വയനാട് നിങ്ങൾ പോകണമെങ്കിൽ ഇതൊന്ന് പോയി കാണണം കേട്ടോ. എന്തായാലും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പാർക്കിലും ബീച്ചിലൊക്കെ പോണ പോലെയല്ല, സന്തോഷം കൊണ്ടുള്ളതല്ല. പക്ഷെ എന്നാലും കണ്ട് മനസ്സിലാക്കണം നമ്മളിതൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ട്രക്കിങ്ങിന് പോയിട്ടോ. ഒരു ജീപ്പ് ഉണ്ടായിരുന്നു, അത് നമ്മൾ തന്നെ ഓടിക്കുക. 3 ആൾക്കാരും കയറാൻ പറ്റുള്ളൂ. അപ്പം ഞാനും കാക്കും ഇബ്ബയാണ് കേട്ടോ കയറിയത്. കാക്കുവാണ് ഓടിക്കണം കേട്ടോ. ഇതിന് 1000 രൂപേന് ആ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി കുറേ ദൂരം ഞങ്ങൾ നമ്മൾ പോയി. 1000 രൂപേനെങ്കിലും നല്ല മുതലാവട്ടെ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം പോയി. ഇവിടെ പോയിട്ട് ഞങ്ങൾക്ക് തന്നെ കേട്ടോ മുതലായത്. വണ്ടികളൊക്കെ വലിയവർക്കൊന്നും പാർക്കിലൊന്നും കയറാനും പറ്റിയില്ല. അപ്പം അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴൊക്കെ മേമാരും ഇമ്മയൊക്കെ ഞങ്ങളെ വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പാർട്ട് 3 ആയിട്ട് വരാം. ഇനി അടുത്ത വീഡിയോയിലാണ് കേട്ടോ ഹണി മ്യൂസിയം മറ്റുള്ളതൊക്കെ വരുന്നത്. അപ്പോൾ വീഡിയോ അടുത്തതും നിങ്ങൾ കാണണം കേട്ടോ. അപ്പോഴാണ് വയനാടിൻ്റെ എല്ലാ സംഭവങ്ങളും കാണാൻ പറ്റുള്ളൂ. എല്ലാ വീഡിയോസും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബൈ.